അപ്പാണല്ലോ ഇന്ന് എന്തുറ്റി ആന്റി എന്നെ ഇന്ന് അടുക്കളയിൽ കയറിയ ഗസ്റ്റൊക്കെ ഉണ്ടാ? ഗസ്റ്റ് ഉള്ളത് കൊണ്ടൊന്നുമല്ല, നിധി അമ്പലത്തിൽ പോയി. പിന്നെ ഇന്നലെ പച്ചക്കറി എറിഞ്ഞപ്പോ നിർമ്മലയുടെ കൈ നന്നായെന്ന് മുറിഞ്ഞു. ഓ, അത് നനയ്ക്കണ്ടെന്ന് കരുതി അടുക്കളയിൽ കയറണ്ടെന്ന് പറഞ്ഞു. കൈമുറിഞ്ഞത് ഇന്നലെയല്ലേ? അങ്ങനെയാണെങ്കിൽ നിധിയെ ഇന്ന് അമ്പലത്തിൽ വിടാതെ പിടിച്ചു നിർത്തിക്കൂടായിരുന്നോ? അവക്കെന്താ ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്ത? അവിടെ കിടന്ന് ടോയ്ലറ്റ് വരെ കഴുകിയവളാ ഇവിടെ രാജ്ഞിയെ പോലെ കഴിയുന്നത്. അതെങ്ങനെയാ? ഇതുപോലുള്ള ഒരു അമ്മായിയമ്മയെ കിട്ടിയാ എന്തു ആകാമല്ലോ. കഴിക്കാറായെങ്കിൽ നിങ്ങൾ ചെന്നിരുന്നോ, ഞാൻ കാപ്പി എടുക്കാം. ഞങ്ങള് കഴിക്കുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുൻപ് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് നടക്കണം. ഇനിയും പ്ലാനോ? എന്താ നിന്റെ പ്ലാൻ? ഒരു സിമ്പിൾ ഐറ്റം ആണെന്നേ. അമ്പലത്തിൽ നിന്ന് വന്ന് നിധി ഭക്ഷണം കഴിക്കാനിരിക്കും. ആന്റി വേറെ ഒന്നും ചെയ്യണ്ട. ബന്ധു വീട്ടിൽ നിന്ന് ആള് വന്ന് നിൽക്കുമ്പോഴാണോടി ഇങ്ങനെ കയറി ഞെളിഞ്ഞിരുന്ന് കഴിക്കുന്നതെന്ന് ചോദിച്ച് കഴിക്കാൻ അനുവദിക്കാതെ അവളെ എഴുന്നേപ്പിച്ച് വിട്ടാ മതി, അത്രേ ഉള്ളൂ. എന്തൊക്കെ ശിവാനി നീ പറയുന്നത്? ഇവള് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. വന്ന ഉടനെ കഴിക്കണ്ടെന്നൊന്നും പറയരുത്. അവള് കഴിക്കാനായി ഭക്ഷണം എടുത്ത് വെക്കണം. കഴിക്കാൻ തുടങ്ങിയില്ല എന്ന രീതിയിൽ എത്തണം. അതുവരെ കാത്തു നിൽക്കാൻ വേണം. ആദ്യത്തെ ഒരു പിടിയെടുത്ത് വായിലോട്ട് വെക്കാൻ തുടങ്ങുന്നതും നിർത്തടിയെന്ന് വിളിച്ച് പറയാനുള്ള ചുമതല അത് പാർവതിക്ക്. അതല്ലേടി മോളെ അതിന്റെ ഒരു ടൈമിംഗ്. പിന്നല്ലാതെ പാർവതി ആന്റിയുടെ ആ എൻട്രി അത് ഷാർപ്പായിരിക്കണം. ഒരു ശത്രു ആയാൽ പോലും ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേപ്പിച്ച് വിടരുതെന്ന അതറിഞ്ഞൂടെ? ശിവാനി അറിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതാം. ഇതിപ്പോ രേണുക്കും ഇതിന് കൂട്ടു നിൽക്കുകയാണോ? ദേ, ആവശ്യമില്ലാത്ത പ്ലാനും പദ്ധതിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. നടക്കില്ലെന്നോ? ഇങ്ങനെ അറുത്ത് മുറിച്ച് പറയാനുള്ള തന്റെ ഇടമൊക്കെ ആയോ ആന്റിക്ക്? അത് കൊള്ളാലോ പാർവതി ആന്റി. അല്ല, എന്റെ വാക്കുകൾ അനുസരിക്കണ്ടെന്ന് കരുതാനുള്ള ധൈര്യമൊക്കെ ആന്റിക്ക് എവിടുന്ന് കിട്ടി? ശിവാനി വേണ്ട, മതിയാക്ക്. നിധിയെ ദ്രോഹിച്ചെടുത്തോളൊക്കെ മതി. ഇനി നമ്മളെ വിട്ടേക്ക്. എങ്ങനെയും ജീവിച്ചു പൊക്കോട്ടെ. എന്റെ മോളോട് അവൾ കാണിച്ചിട്ടുള്ള ദ്രോഹത്തോളം ഒന്നും വരില്ലല്ലോ പാർവതി. തിന്നുന്ന ഭക്ഷണത്തിൽ വിഷം കൊടുക്കാനൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങള്. കഴിക്കാൻ അനുവദിക്കാതെ അവളെ എഴുന്നേപ്പിച്ച് വിടാനല്ലേ പറഞ്ഞോളൂ. ഇതിലും ഭേദം നിധിക്ക് ഭക്ഷണത്തിൽ വിഷം കലക്കി കൊടുക്കാൻ പറയുക തന്നെയായിരുന്നു. അതൊക്കെ ആന്റിയുടെ ഇഷ്ടം പോലെ. വിഷമാണ് കൊടുക്കാൻ തോന്നുന്നെങ്കിൽ കൊടുത്തേക്കണം. എനിക്കതിലൊരു എതിർപ്പുമില്ല. നിനക്ക് നിധി അവളുടെ കൈകൊണ്ട് എന്തുമാത്രം വെച്ച് വിളമ്പി തന്നിട്ടുണ്ട്. ആ അവളെയാണ് ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് എഴുന്നേപ്പിച്ച് വിടണമെന്ന് ആവശ്യപ്പെടുന്നത്. നോക്ക്, കൂടുതൽ ഡെക്കറേഷൻ സെന്റിമെന്റ്സ് എനിക്ക് കേൾക്കണ്ട. ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് നിധി എഴുന്നേൽപ്പിച്ച് വിടാൻ പറ്റോ ഇല്ലയോ അത് മാത്രം അറിഞ്ഞാ മതി. പറ്റില്ല. അമ്മേ, അമ്മ ഒന്ന് കുറച്ചേരം പുറത്തു നിന്ന്. എന്തിന്? പറയുന്നത് കേൾക്കമേ. ഞാൻ പോണോ? പോ. ഇനി പറ, ഞാൻ ഈ പറഞ്ഞ കാര്യം നടക്കോ ഇല്ലയോ? ഇതെന്റെ അന്ത്യശാസനോ? അത് തെറ്റിച്ചുകൊണ്ട് നിധി ഇന്ന് ഭക്ഷണം കഴിച്ച അവളും ഗൗതമും ഇവിടെ നിന്ന് കഴിക്കുന്നത് മുഴുവൻ ദാനമാണെന്നുള്ള സത്യം ഇവിടെ എല്ലാവരും അറിയും. അനാഥർക്കുള്ള അന്നദാനമാണെന്നുള്ള സത്യം. കയ്യിലെടുക്കുന്ന ഭക്ഷണം നിധിയുടെ വായിലേക്ക് പോവാൻ പാടില്ല. ഓക്കെ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയോ? രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് എന്താ കഴിക്കാനേന്ന് പോലും അമ്മ ചോദിച്ചില്ല. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ടേ ഇന്നലെ അങ്ങ് ഒരിക്കലാക്കിയതാ. രാവിലെ എഴുന്നേറ്റപ്പം മുതൽ വയറിൽ വല്ലാത്ത കത്തല്. ഞാൻ കൈ കഴുകിയിട്ട് വരാം. അമ്പലത്തിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വയറിൽ വല്ലാത്തൊരു വെപ്രാളായിരുന്നമ്മ. ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ എത്തിയപ്പോഴേക്കും എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. ദേ, ഞാൻ ആരെയും വിളിക്കാൻ പോകുന്നില്ല, കഴിക്കാൻ പോവാ. ആഹാ, അപ്പാണല്ലോ. വെജിറ്റബിൾ കറി കൊള്ളാലോ. ഇത് അമ്മ തന്നെ ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പാ. അല്ല, നിർമ്മലാന്റിയുടെ കൈക്ക് എങ്ങനെയുണ്ട്? അടുക്കള കയറിയില്ലേ? ഇല്ല.
ആ എന്തായാലും ഞാൻ കഴിക്കാൻ പോവാ. മാമേ കഴിക്കൂ. നിക്കേ. ഞാനിപ്പോ പറയും. നിർത്ത. എന്താ അമ്മ? നിനക്ക് സാമാന്യ മര്യാദ എന്നൊരു കാര്യം അറിയാവോ? മനുഷ്യരായ സംസ്കാരം എന്നൊരു സാധനം വേണം. അതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇല്ല, നിനക്കൊന്നും മനസ്സിലാവില്ല. വീട്ടിൽ സംബന്ധ വീട്ടിലെ ഒരാൾ അതിഥിയായി വന്ന് നിൽക്കുമ്പോ അവർക്ക് മുന്നേ വന്ന് പാത്രം എടുത്തു വെച്ച് അവര് കഴിച്ചോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ നാണമില്ലേ നിനക്ക്? സംബന്ധം എന്ന് അമ്മ ഉദ്ദേശിച്ചത് രേണുകമ്മായിയാണോ? അമ്മായി എനിക്ക് സംബന്ധം കൂടിയതൊന്നും അല്ലല്ലോ, എന്റെ അമ്മായിയല്ലേ. അതൊക്കെ പഴയ കാര്യങ്ങൾ. ഇത് ഈശ്വരമംഗലം വീടാ. എന്റെ ഇളയ മകന്റെ അമ്മായിമ്മയാണ് ഈ നിൽക്കുന്നത്. തനിച്ചു വന്നങ്ങ് കഴിക്കാനിരിക്കും മുമ്പേ രേണുക കഴിച്ചോ എന്ന് ഒരു വാക്കെങ്കിലും ചോദിച്ചോ നീ? അമ്മ, അത് ഞാൻ പറഞ്ഞില്ലേ, വല്ലാത്ത വിശപ്പായി പോയി, അതുകൊണ്ടാ. വിശപ്പായി കഴിഞ്ഞാ പിന്നെ സാമാന്യ മര്യാദയൊന്നും വേണ്ട എന്നാണോ? കുറച്ചു നേരം വിശപ്പ് സഹിക്കാനൊന്നും പറ്റില്ല നിനക്ക്. നിലവാരമില്ലാത്ത വീട്ടിൽ നിന്ന് വന്ന് കേറിയതല്ലേ? കേറിയ വീടിന്റെ നിലവാരം കാണിക്കാൻ പോലും ഇവൾക്ക് അറിയില്ല എടുത്തി. ആന്റി, ഇതിപ്പോ അത്ര മോശമായ കാര്യമൊന്നുമല്ല. വിശന്നപ്പോ കഴിക്കാമെന്ന് കരുതി. അതിൽ വലിയ തെറ്റൊന്നും ഞാൻ തെറ്റാണ്, തെറ്റാണ്, തെറ്റ് തന്നെയാണ്. ഒരു നല്ല പെണ്ണാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല പെരുമാറേണ്ടത്. അതിന് ചില മര്യാദകളൊക്കെ ഉണ്ട്. അത് പഠിക്കണം ആദ്യം. കുടുംബത്തിലെ മൂത്ത മരുമകളാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ ഒരു നിലവാരത്തിൽ ജീവിക്കാനും കൂടി ശ്രമിക്കണം. പ്രഗ്നന്റ് ആയ ഒരു പെണ്ണായി നിൽക്കുന്നത്. ഇവൾ എന്തെങ്കിലും കഴിച്ചോന്ന് നീ ചോദിച്ചോ? ഇതൊക്കെ നീ എന്നാ നിധി നീ പഠിക്കുന്നത്? സാരല്ല ആന്റി, വിശന്നിട്ടല്ലേ. പണ്ടേ അവളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാ. മറ്റുള്ളവർ കഴിച്ചോ ഇല്ലയോ എന്നൊന്ന് അന്വേഷിക്കുക പോലും ഇല്ല. ആന്റി ഇത് കാര്യമാക്കണ്ട. കഴിച്ചിട്ട് എഴുന്നിട്ട് പോട്ടെ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം അല്ലേ? എന്നാലും അത് ശരിയല്ലല്ലോ. തിരുത്തേണ്ട കാര്യങ്ങൾ അപ്പ തന്നെ തിരുത്തണം. എന്തായാലും ഇവക്ക് കാര്യം മനസ്സിലായല്ലോ, ഇത്തവണത്തേക്ക് വിട്ടേക്ക്. നിധി, ആന്റി അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ അങ്ങനെ കഴിക്കാതെ എഴുന്നേറ്റ് പോവൊന്നും ചെയ്യല്ലേ. ഞങ്ങൾക്കൊന്നും ബാക്കി വച്ചില്ലേലും വേണ്ടില്ല. നീ വയറു നിറയെ കഴിക്കും. ആഹാരമാണല്ലോ മുഖ്യം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ കരിങ്കൽ പോലെ ഇരിക്കുകയാണല്ലോ. എന്താ നിധി, മര്യാദയൊന്നുമില്ലേ നിനക്ക്? എഴുന്നേറ്റ് പോടി അവിടുന്ന്. അമ്മ കഴിക്കരുതെന്ന് പറഞ്ഞാ ഞാൻ കഴിക്കില്ലമ്മേ. എന്റെ അമ്മയോട് എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ ഞാൻ? ഒരു തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിച്ചേക്ക്. ഇവര് കഴിക്കട്ടെ, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കഴിച്ചോളാം. നിക്ക്. നിന്റെ എച്ചിൽ പാത്രം ഇവിടെ ആരെടുക്കടി? അതെടുക്കാൻ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ അമ്മ വരുവോ? എടുത്തോണ്ട് പോടി. അമ്മേ, തെറ്റുകൾ കണ്ടാൽ ഇനി ഇതുപോലെ എന്നെ തിരുത്തണം. ഒരക്ഷരം തെറ്റാതെ ഞാൻ അനുസരിച്ചോളാം. രേണുക്കെ, നിങ്ങൾ കഴിക്കേ. അമ്മ ഇരിക്കെ. ആന്റി ഇരിക്കെ. അമ്മ ഇവിടെ ഇരിക്ക്. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി.
ആ